ഈ ഉൽപ്പന്നത്തിന്റെ പരസ്യം. അപ്പൊ അതുകൊണ്ട് സിനിമാ താരങ്ങളെ ഒന്നും നിങ്ങൾ ഇതിന് പ്രതീക്ഷിക്കരുത്. പരസ്യത്തിനായിട്ട് ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ സെലിബ്രിറ്റീസ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ ആർസിനിന്റെ ഒപ്പം നിൽക്കുന്നത്. ഇവരെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പം ഈ നമ്മുടെ ബഹുമാന്യനായ MLA എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹം ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. നമ്മളൊരു സമയം പിന്നെ ഈ കടയുടെ നമ്മുടെ ഷോപ്പിന്റെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും ബഹുമാന്യനായ സ്റ്റാർ എമറാൾഡ് ശ്രീജിത്ത് സാർ അവരാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ഞങ്ങളൊക്കെ സാറെന്ന് പറയുന്നത് എന്താ പറയുക, സാറിൻ്റെയൊക്കെ ഒരൊറ്റ പ്രസംഗത്തോടു കൂടിയൊക്കെയാണ് ഞാൻ ഈ വണ്ടർ വേൾഡിലേക്ക് തലകുത്തി വീണ് പോയത്. അപ്പം നമ്മളെ ഓരോരുത്തരെയും ഈ ആർസിൻ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. നമ്മളിലെല്ലാം വളരെ വലിയ മാറ്റം ഇതോടൊപ്പം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അദ്ദേഹത്തെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ടെക്നിക്കൽ അച്ചീവറാണ്. അപ്പൊ ഈ യോഗത്തിൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ അടൂരിൽ 3 വർഷമായിട്ട് വണ്ടർ വേൾഡ് സ്വദേശി വണ്ടർ വേൾഡ് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം സ്വദേശിയാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ചടങ്ങിന്റെ MC ആയിട്ട് വരുന്നത് നമ്മുടെ അടൂർ രാജഗോപാൽജി അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി മൈക്ക് കൈമാറുകയാണ്. അദ്ദേഹം ആണ് ഈ നമ്മുടെ ഇതിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ ലീഡറാണ് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ചടങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. താങ്ക് യു വിജയലക്ഷ്മി മാഡം. ഹാസ്യം എന്ന നന്മ നമ്മുടെ കേരളത്തിലുടനീളം ഏതാണ്ട് 1900-ലധികം ഇതേപോലെയുള്ള ഷോപ്പുകൾ ആൾറെഡി വന്നു കഴിഞ്ഞ് ഇന്ന് ഈ സുദിനത്തിലും അതുപോലെ നമുക്കെല്ലാം നല്ല ആഹാരങ്ങൾ കഴിക്കാനായിട്ട് അട്ടിമറിച്ച ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാരണം ഞാനൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 21 ടാബ്ലറ്റും പ്ലസ് ഇൻസുലിനും എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേന്ദ്രൻ സാർ അവർ ഇവിടെ നമ്മോടൊപ്പം ടെക്നിക്കൽ അച്ചീവറായിട്ടുണ്ട്. ഇദ്ദേഹമാണ് എന്നെ ആർസിഎമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. ആ പ്രൊഡക്റ്റ് കഴിച്ച് എൻ്റെ ഷുഗർ മാറുകയും ഇന്ന് 34-ാമത്തെ മാസമായി ഒരു ഗുളിക പോലും കഴിക്കാതെ ജീവിക്കാനുള്ള അവസരം തന്ന നന്മയേറിയ പ്രസ്ഥാനമാണ് ആർസിഎം. അപ്പം അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാനായിട്ട് നമുക്ക് കോഴിക്കോട് നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് ഒരു 15 ദിവസത്തെ ടൂർ കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. കാശ്മീരിലാണ് ആ ടൂർ. അത് കഴിഞ്ഞ് നേരെ ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവാണ്. അതോടെ JCയുടെ ഏതാണ്ട് 60ഓളം കൺട്രീസിലെ ട്രെയിനിങ് നടക്കുന്ന JCയുടെ സോൺ ട്രെയിനറാണ്. അതുപോലെ തന്നെ വെൽനസ് കൺസൾട്ടന്റ് ആണ്, ന്യൂട്രീഷൻ കൗൺസിലറാണ്, മോട്ടിവേറ്ററാണ്. അതുപോലൊപ്പം വൗ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ള സാറിനെ ഒരു നിറഞ്ഞ കൈകളോടുകൂടി ഈ പ്രൊഡക്റ്റ് ഈ സമൂഹത്തിൽ നിന്ന് പരിചയപ്പെടുത്താനായി സ്വാഗതം ചെയ്യുന്നത്. എല്ലാം ഒരു വലിയ വിജയം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിത വിജയം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയലക്ഷ്മി മാഡം ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. പേരിന്റെ അന്വർത്ഥമാക്കുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ വിജയത്തെ ഞാൻ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം 16 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റി തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ കഴിഞ്ഞ മാസം 21-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഡൽഹിയിൽ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ 24ാം വാർഷികം 25,000-ഓളം ആളുകളെ ചേർത്ത് നിർത്തി പങ്കെടുത്ത് അവിടെ നിന്ന് കാശ്മീരിൽ ടൂർ കഴിഞ്ഞ് ഇന്നലെ രാവിലെ വീട്ടിലെത്തി. ഇന്നലെ വൈകുന്നേരം തന്നെ തിരിച്ചു കയറി. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ ആർസിഎം ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ
ഈ കാശ്മീരിലൊക്കെ ഒരു യാത്രയിൽ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസിൽ പോയി ഐസിൽ കളിക്കുന്നതൊക്കെ വന്ന സമയത്ത് നമ്മളുടെ RCM ഒന്നും അറിയാത്ത ആളുകളെ വരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, നല്ല ചൂടുള്ള കാലാവസ്ഥയും തണുപ്പിലൊക്കെ നമ്മൾ പോയി വരുന്ന സമയത്ത് ഒരു കോൾഡെങ്കിലും പിടിക്കാതെ ആളുകൾക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ വന്നതിന്റെ ഒന്നാമത്തെ ഒരു ഉത്തരവാദിത്വം, ഇന്ന് എന്റെ യൂട്യൂബിൽ തന്നെ 1000-ഓളം ആളുകൾ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട ഒരു പ്രൊഡക്റ്റാണ് തുളസി ഡ്രോപ്പ്. എത്ര പേര് കഴിച്ചിട്ടുണ്ട്? 5 പഞ്ച തുളസി ഡ്രോപ്പാണ്. ഇത് ഒഴിച്ച വെള്ളം മാത്രമാണ് നമ്മൾ ഈ യാത്രകളിൽ മുഴുവൻ കുടിച്ചത്. ശ്വാസമുട്ടൽ രോഗമുള്ള ആളുകൾക്ക് വരെ ഐസിനൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു വലിയ പ്രൊഡക്റ്റാണ്. ഞാനത് ഇപ്പം ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു ഉൽപ്പന്നം ആയതുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒരു സന്ദേശമുണ്ട്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അദ്ദേഹത്തിന്റെ വലിയ പ്രസംഗങ്ങളെക്കാളൊക്കെ ആളുകൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ RCMൽ പ്രവർത്തിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ സന്ദേശം, അവര് 100% ഇത് ഉപയോഗിക്കുന്നു, അവരതിന്റെ മോഡലായിട്ട്. വിജയലക്ഷ്മി മാഡം പറഞ്ഞു, ഇവിടെ ഷാരൂഖ് ഖാൻ ഇല്ല, ഐശ്വര്യ ഇല്ല, മമ്മൂട്ടിയിൽ ആരുമില്ല. നമ്മളുടെ ലൈഫ്, നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സന്തോഷം ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് തന്നെ വേണം നമ്മൾ ആളുകളെ കൊണ്ടുവരാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഒരു കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് RCM അല്ലാത്തതൊന്നുമില്ല. അതായത് സോക്സ് RCM ആണ്, പാന്റ് RCM ആണ്, കോട്ട് RCM ആണ്, ടൈ RCM ആണ്, ഷർട്ട് RCM ആണ്. ഇതിനുള്ളിലുള്ള 2 സാധനവും RCM ആണ്. എന്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് PVMF ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുടിച്ച വെള്ളത്തിൽ തുളസി ഡ്രോപ്പ് ഉണ്ട്. അതായത് നമ്മള് ശ്വസിക്കുന്ന വായുവിൽ മാത്രമാണ് RCM ഇപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. പക്ഷേ TCG വനവൽക്കരണം നന്നായി നടത്തുന്നതുകൊണ്ട് നാളുകളിൽ ഇന്ത്യൻ ജനത ശ്വസിക്കുന്ന വായുവിലും RCM ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ MD ഒരു പണം മാത്രം ഉദ്ദേശിക്കുന്ന ഒരാളല്ല. രാജസ്ഥാനിൽ മുറിക്കപ്പെടുന്ന മരങ്ങളെ മാത്രം സംരക്ഷിക്കാൻ 1000 ഏക്കർ സ്ഥലമെടുത്ത ശബ്രാജി, മലയാള പത്രങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വിഷണറി ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി മാത്രം തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് കാലം നിലനിൽക്കാറില്ല. നമുക്കറിയാം, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ സംരംഭങ്ങളെ പറ്റി പഠിച്ച സമയത്ത് 10 വർഷം ലോകത്ത് പൂർത്തിയാക്കുന്നത് 3% സംരംഭങ്ങളാണ്. നമ്മുടെ നാട്ടിലെ കച്ചവടം, ബിസിനസ് എന്തും 10 വർഷം പൂർത്തിയാക്കുന്നത് വെറും 3%. അങ്ങനെയാണെങ്കിൽ RCM കമ്പനി 46 വർഷമായി ഈ കമ്പനി ഉണ്ട്. RCM എന്ന പേരിൽ 2000 ആഗസ്റ്റിൽ തുടങ്ങി ഇത് 24 വർഷം കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിലെ 3% വിജയിച്ച സംരംഭങ്ങളിൽ ഒന്നാണ്. അതിലൊന്നിലാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമുക്ക് അഭിമാനത്തോടെ ഇതിനെ കേൾക്കാൻ പറ്റും. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 90% ഇതിന്റെ ഉൽപ്പന്നങ്ങൾ സംസാരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഗോപാൽജി MCA സംസാരിച്ചു, 21 ഗുളികയിൽ നിന്ന് 0യിലേക്ക് 33 മാസമായിട്ട് ഒരു ഗുളിക പോലും കഴിക്കാത്ത 33 മാസങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ RCMന്റെ പ്രൊഡക്റ്റുകളാണ്. നമുക്ക് അതിനുവേണ്ടി നല്ലൊരു ഗൈഡ് അടിക്കാം. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ശരിക്കും എന്തുകൊണ്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് ഒരു മൈക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, TV-യിലോ പത്രങ്ങളിലോ ചാനലിലോ ഒരു താരവും ഒരു മോഡലും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടൻ പ്രേംകുമാർ അല്ലെ, അത്യാവശ്യം കോമഡി റോളൊക്കെ, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പരസ്യത്തിനും വരാറില്ല, കാരണം എനിക്ക് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെ പറ്റി ധൈര്യത്തോടെ പറയാൻ പറ്റില്ല. അനൂപ് മേനോൻ ഒരു നടൻ പറഞ്ഞു, അയാൾ ഒരുപാട് ഹെയർ ഓയിലിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു. പക്ഷെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ട് എന്റെ അമ്മ ഉണ്ടാക്കിയ കാച്ചി എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മളുടെ പല താരങ്ങളും കൊടുക്കുന്ന പരസ്യങ്ങളിൽ പറയുന്ന പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കുന്നില്ല. RCM പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഉൽപ്പന്നങ്ങളും മായമില്ല എന്ന് നമുക്ക് ഡെമോ ചെയ്യാൻ പറ്റും. മഞ്ഞപ്പൊടി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഉപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ചായപ്പൊടി പച്ചവെള്ളത്തിലിട്ടിട്ട് കളർ വരില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. മാർക്കറ്റിലെ ചായ പച്ചവെള്ളത്തിലിട്ടാൽ കളർ വരും. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് ഒരു കപ്പ് ചായ കുടിക്കൂ, ചായമല്ല. നമ്മൾ ഇന്ന് രാവിലെ ആദ്യം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റിൽ പോലും നമുക്ക് ആരോഗ്യം കാണാൻ പറ്റും. കാരണം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഏത് ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണെങ്കിലും ധാരാളം പരസ്യമുണ്ട്. അതിന്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും, നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒരുപാട് കണ്ടന്റ് അതിനകത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 24ഓളം പേസ്റ്റുകൾ ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എടുത്ത് പരിശോധിച്ചപ്പോൾ 9 എണ്ണത്തിലും നിക്കോട്ടിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ പേസ്റ്റ് എന്ന് പോലും പറയാതെ ആ ബ്രാൻഡ് പറഞ്ഞ ടൂത്ത് പേസ്റ്റ് വാങ്ങുന്ന പേസ്റ്റിനകത്ത് വരെ നമുക്ക് ക്യാൻസറിന് കാരണമായ നിക്കോട്ടിൻ ഉള്ളപ്പോ
ഇവിടെ നമുക്ക് മനസ്സിലാവും കാവികോ എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റ്. അത്തരത്തിലുള്ള ഒരു പേസ്റ്റിന് നമ്മൾ 100 ഗ്രാമിന് മിനിമം 65 രൂപ മുതൽ 100 രൂപ വരെ ഹെർബലിനൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നോൺ ഫ്ലൂറിഡേറ്റഡ് പേസ്റ്റ് ഉപയോഗത്തിലൂടെ മാറിയ ഈ ടൂത്ത് പേസ്റ്റ് നമുക്ക് അതിനേക്കാളും 60 രൂപ അല്ലെ ഇപ്പോഴേ മാർക്കറ്റില് DP എത്ര 43 രൂപയ്ക്ക് 100 ഗ്രാം ടൂത്ത് പേസ്റ്റ് പരസ്യക്കാരെയും ഇടനിലക്കാരെയും ഒഴിവാക്കി ഇത്രയും ആരോഗ്യത്തോടു കൂടി കൊടുക്കാൻ 24 വർഷമായിട്ട് ഒരു കമ്പനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ ചേർന്ന് എല്ലാവരും കൈയടിച്ച് പറയാം അത് ആർക്കും മാത്രമേ പറ്റില്ല. കുട്ടികൾക്കും എല്ലാവർക്കും ധൈര്യത്തോടെ ഉപയോഗിക്കാം. 6 മാസം വാങ്ങി ഉപയോഗിച്ചാൽ ഒരു വേസ്റ്റ് നമുക്ക് ഫ്രീ കിട്ടുന്ന ലെവലിൽ ഒരു കൺസെപ്റ്റ് കൂടിയാണ് ആർസിയം. അതുപോലെ തന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കും. ചായ കുടിക്കുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാവരും പറയുന്നു 1 കപ്പ് ചായ കുടിക്കൂ, ചായമല്ല. അതായത് ചായയാണോ ചായപ്പൊടിയാണോ നമ്മൾ കഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആസാമിലെ 3 കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞാൻ കോഴിക്കോടുകാരനാണ്. 18 വർഷം മുമ്പ് കോഴിക്കോട് ഒരു ഷോപ്പ് വരാൻ കാരണം ഈ ഒരു ചായയാണെന്ന് പറയാൻ പറ്റും. കാരണം ജോൺസൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർക്ക് നമ്മളൊരു ചായ കൊടുത്തു. അദ്ദേഹം 3 റോസസിന്റെ ചായ കുടിക്കുന്ന ആളായിരുന്നു. ഇതുപോലെ ചായപ്പൊടിക്ക് വേണ്ടി മാത്രം ഒരു കട തുടങ്ങാം. 22 പ്രോഡക്റ്റ് ആണ് കോഴിക്കോട് 18 വർഷം മുമ്പ് ആദ്യം തുടങ്ങുന്ന സമയത്തുള്ളത്. ഇന്ന് 5400 പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സാധനങ്ങൾ എത്തിയിട്ടുള്ളൂ. ടെക്സ്റ്റൈലും കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ ഒരു വണ്ടർ വേൾഡ് പോലത്തെ വലിയ കൺസെപ്റ്റിലേക്കൊക്കെയാണ് ഇപ്പോൾ ആർസിയം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടർ വേൾഡ് ക്യുക്കാണ്. ഒരു 10,000 കൺസ്യൂമേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ വണ്ടർ വേൾഡ് ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ. അപ്പോൾ ചായ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ രാവിലെ എല്ലാ മനുഷ്യനും വേണ്ട സോപ്പ് TFM ഗ്രേഡ് 1 ആണ്. 76% TF ഉള്ള ഗ്രേഡ് 1 സോപ്പ് മാർക്കറ്റിൽ 70 രൂപ വരുന്ന ബ്രാൻഡും ഇത് നമ്മൾ അതിന്റെ പകുതി വരെ നമുക്ക് വരുന്നുള്ളൂ. ഡെമോ ചെയ്താൽ ഇതാണ് ക്വാളിറ്റി സോപ്പ് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഏത് വേദിയിലും തെളിയിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫസ്റ്റ് ഗ്രേഡ് സോപ്പ്, കൊഴുപ്പ് ചേർക്കാത്ത ടൂത്ത് പേസ്റ്റ്, ആട്ട നമുക്ക് ഇവിടെ ഉണ്ട്. 3 മാസം കഴിഞ്ഞാൽ പുഴു വരും എന്നുള്ളതാണ് നമ്മുടെ ക്വാളിറ്റി. ചെള്ളും പുഴുവും ഒക്കെ വരും. കാരണം കീടനാശിനി ചളിക്കാത്ത. ഞാൻ 8 തവണ ഇതിന്റെ ഫാക്ടറി സന്ദർശിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ. ആദ്യം നമ്മൾ കമ്പനി കാണാൻ പോയി കഴിഞ്ഞാൽ ആട്ടയുടെ ഫാക്ടറിയെ കാണാം. 16 തവണ ഇതിന്റെ പ്രോസസ്സിലൂടെ കടന്നുപോയി ക്ലീൻ ചെയ്ത് ആട്ടയെ കുതിർത്ത് അതിനെ എന്താ പറയാ മുളപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കൊണ്ടുവന്ന് പ്രോട്ടീൻ കൂട്ടിയതിന് ശേഷം കൊണ്ടുവരുന്ന ആട്ടയാണ്. അപ്പോൾ ചക്കി ഫ്രഷ് ആട്ട മാർക്കറ്റിൽ ഏത് ബ്രാൻഡിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. എന്നാൽ 19 രൂപ നമുക്ക് കുറവാണ്. ഉപ്പ് മുതൽ ഒരുപാട് സാധനമുണ്ട്. ഞാനിപ്പോ ഒരു വെജിറ്റേറിയൻ മീറ്റ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കിളിയെയോ ഒരു പക്ഷിയെയോ ഒരു മൃഗത്തിനെയൊന്നും കൊല്ലാതെ ഒരു ഇറച്ചി കഴിക്കാൻ പറ്റും. ഇറച്ചിയാണോ എന്ന് വെച്ചാൽ ഇറച്ചിയാണോ എന്ന് പറഞ്ഞാൽ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ 100% വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറയും. കോഴിക്കോടൊക്കെ ഇതിന്റെ റെസ്റ്റോറന്റ്, ഇത് മാത്രം കിട്ടുന്ന റെസ്റ്റോറന്റ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 8ഓളം സ്റ്റാഫ് വെച്ച് ഹോട്ടല് ഇതിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ വെച്ച് നമുക്ക് കോഴിക്കോടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ഇനി വരാൻ പോവാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യവും. അപ്പോൾ നമുക്ക് ഇന്ന് ഫാറ്റ് അല്ല ആളുകൾ കൂടുതൽ. അപ്പോൾ ആനിമൽ ഫാറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അവിടെ ഫാറ്റ് ഒട്ടും കയറാതെ സാധാരണ മീറ്റിന് 25% പ്രോട്ടീൻ ഉണ്ടെങ്കിൽ 26% പ്രോട്ടീനോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് ഒക്കെ ഇതിനകത്ത് ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹെൽത്തിയാണ്, എക്കണോമിക്കലാണ്. ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യന് ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് വരെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. പ്രത്യേകത ഏതൊരു ഉൽപ്പന്നവും നിങ്ങൾ മാർക്കറ്റിലുള്ള സമാന ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായിട്ട് കമ്പയർ ചെയ്താൽ MRP ഒരു 30% കുറവുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉൽപ്പന്നം വരണമെങ്കിൽ ഒരു കമ്പനി ഉണ്ടാക്കി ഒരു 8 മുതൽ 12 ഇടനിലക്കാർക്ക് കൊടുത്ത് ടിവിയിലും പത്രത്തിലും പരസ്യം കൊടുക്കുമ്പോൾ ഒരു 40 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഒരു സാധനം നമ്മൾ 60 വാങ്ങേണ്ടി വരും. ആർസിയം ചെയ്യുന്നത് കമ്പനി ഉണ്ടാക്കി നേരിട്ട് കമ്പനിയുടെ ഇതുപോലത്തെ ഒരു ഔട്ട്ലെറ്റ്. ഇത് കമ്പനിയുടെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. ഇതിനിടയിൽ ആരുമില്ല. കമ്പനിയുടെ ഓൺ ഗോഡൌൺ ഇവിടെ വരുന്നു. അതുകൊണ്ട് 12 ഇടനിലക്കാരെയും ഒഴിവാക്കി നേരിട്ട് ഇവിടെ വരുന്നത് കൊണ്ടും ഒരു ടിവിയിലും പത്രത്തിലും പരസ്യമില്ലാത്തതുകൊണ്ടും പൊതു മാർക്കറ്റിനേക്കാൾ ഒരു 40% MRPയിലും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ഒരു 15-20% ഡിസ്കൗണ്ടോട് കൂടി ടോട്ടൽ പറഞ്ഞാൽ ഒരു 50% പാർട്ണർഷിപ്പ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. വിജയലക്ഷ്മി മാഡം ഇതിന്റെ ഔട്ട്ലെറ്റ് പ്രൊപ്പറേറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റിന് ഒരു 8% കൊടുക്കുമ്പോൾ ഇപ്പൊ പുറത്തിരുന്ന് എന്നെ കേൾക്കുന്ന ഒരാൾക്ക് 50% പാർട്ണർഷിപ്പ് എടുക്കാൻ പറ്റും. ഞാൻ 15 വർഷമായി ഇതിനകത്ത് ഞാൻ വന്നിട്ട് ഞാനൊരു ഷോപ്പും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഇവിടെ കേൾക്കുന്ന ആളുകൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും പ്രൂഫും ഉണ്ടെങ്കിൽ ആർസിഎമ്മിൽ രജിസ്റ്റർ ചെയ്യാം. ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. എല്ലാ ഡിസ്കൗണ്ടോട് കൂടി മാർക്കറ്റിനേക്കാളും ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് വാങ്ങാം.
6 മാസം കംപ്ലീറ്റ് 7ാമത്തെ മാസം കഴിയുമ്പോൾ 1 മാസത്തെ ഉൽപ്പന്നം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, വേറെ എവിടെ നിന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് കൺസ്യൂമേഴ്സ്, അതുകൊണ്ട് 4 കോടി ആളുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തൊരു പ്രസ്ഥാനമായിട്ട് RCM 24 വർഷം കൊണ്ട് മാറി. 4 കോടി ആളുകൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ഒരു മോഡലും ഒരു താരവും പറയാതെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പവറായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ 20,000-ലധികം ഷോറൂമുകൾ പ്രവർത്തിക്കുന്നു. 200-ലധികം സ്വന്തം ഫാക്ടറികൾ ഈ കമ്പനിക്കുണ്ട്. 29 സംസ്ഥാനത്തും സ്വന്തം ഗോഡൌണിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. സ്വന്തം ഭൂമിയും ഗോഡൌൺ ഇതിനകത്തുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് വ്യക്തി വന്ന് വാടക കൂട്ടുമ്പോൾ പ്രൊഡക്റ്റിന് വില കൂട്ടാൻ പറ്റില്ല. ആർക്കും ഒരു പ്രത്യേകത കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയാം. റോ മെറ്റീരിയലിന് വില കുറയുമ്പോൾ പ്രൊഡക്റ്റ് വില കുറയ്ക്കുന്ന ഒരേ ഒരു കമ്പനിയും RCM തന്നെയാണ്. കാരണം കൂട്ടിയ പ്രൊഡക്റ്റിന്റെ വിലകൾ കുറയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടമായ ഉൽപ്പന്നങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാവരും 7 ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ്. അതായത് ബേസിക്കലി നമ്മൾ പറഞ്ഞൊരു കാര്യം, 100ാമത്തെ വയസ്സിൽ 5 കിലോമീറ്റർ ഓടി വന്നിട്ട് ബർത്ത്ഡേ കേക്ക് കട്ടിന് ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. എത്ര പേർക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടെന്ന് നിരോധിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വയറ് നിറച്ച് ടയർ ഉണ്ടാക്കാതെ, ദേശീയ ചിഹ്നം കൊടവയറാക്കി മാറ്റാതെ നമുക്ക് വേണ്ട പോഷകങ്ങൾക്ക് വേണ്ടി കഴിക്കാം. അതായത് നമ്മൾ ഒരു പ്ലേറ്റ് ഫുള്ള് ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു 5 ഗ്രാം പോലും പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ട്, വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ട്, ന്യൂട്രീഷൻ സപ്ലിമെന്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടാത്ത, പുരുഷന്മാർക്ക് 33ഓളം ന്യൂട്രിയൻസ് കിട്ടുന്ന ന്യൂട്രിചാർജ് മാൻ, സ്ത്രീകൾക്കുള്ള സപ്ലിമെന്റുകൾ, ഇതൊക്കെയാണ് ആളുകൾക്ക് മെഡിസിനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്. അപ്പോൾ ഓറഞ്ചിനകത്തുനിന്ന് വൈറ്റമിൻ സി എടുക്കാം, മാങ്ങയ്ക്കകത്തുനിന്ന് വൈറ്റമിൻ എ എടുക്കാം. കണ്ണട വെച്ച ആളുകൾ കണ്ണട ഒഴിവാക്കുന്നു ഇതൊക്കെ കഴിച്ചതിന് ശേഷം. കാരണം നല്ല ഭക്ഷണം കിട്ടുന്നതോടുകൂടി ഇതെല്ലാം കിട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന് വേണ്ടിയാണ്, നാവിന് വേണ്ടിയാണ്, ടേസ്റ്റിന് വേണ്ടിയാണ്, വയറ് നിറയാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പൊതുവെ ധാരണയെങ്കിൽ പോഷകങ്ങൾക്ക് വേണ്ടിയാണെന്ന് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നമ്മളൊക്കെ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ 7 പോഷകങ്ങളെ പറ്റി പഠിച്ച് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഉൽപ്പന്നമുണ്ട്, എല്ലാം ടച്ച് ചെയ്ത് പറയാൻ പറ്റില്ല. ചോറ് ബന്ധം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും ഞെക്കണ്ട. അപ്പോൾ ഞാൻ 3-4 സാധനം പറഞ്ഞതേ. ഇനി നിങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുക. അടുത്തൊരു 1ാം വാർഷികമൊക്കെ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു 10-100 ഫാമിലിയെങ്കിലും മെഡിസിൻ ഒഴിവാക്കി ആരോഗ്യത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം ഇന്ന് ഏതാണ്ട് ഒരു 50,000-ലധികം ആളുകളെ നമുക്ക് കേരളത്തിൽ ഈ കാലഘട്ടങ്ങൾ കൊണ്ട് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പലതരത്തിലുള്ള ജീവിതശൈലികളും ഓപ്പറേഷനൊക്കെ തീരുമാനിച്ച ആളുകളെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കും. നമുക്ക് 7 ദേശീയ അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് ഗാർഡ് ഓയിൽ. ഒരു കൈയടിച്ചൂടെ. 7 ദേശീയ അവാർഡ് APJ അബ്ദുൽ കലാമിൽ നിന്ന് കിട്ടി, പ്രതിഭാ സിംഗ് പാട്ടീൽ നിന്ന് കിട്ടി, നാഷണൽ ലെവലിൽ 7 അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഓയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഗൂഗിളിലോ നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും റൈസ് ബ്രാൻ ഓയിലാണെന്ന് പറയാൻ പറ്റും. തവിടുന്ന എണ്ണ. നമ്മളൊരു 30-40 കൊല്ലം മുമ്പ് നമ്മൾ മലയാളികളൊക്കെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ തവിട് നെയ്യൊക്കെ ആയിരുന്നു കഴിച്ചത്. ഇന്ന് ബ്യൂട്ടി പാർലറിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറ് കഴിച്ചതോടുകൂടി നമുക്ക് ഗുളിക കഴിച്ച് ഫുൾ ടൈം ഗുളിക തന്നെ കഴിക്കേണ്ടി വരികയാണ്. അപ്പൊ വെളുത്ത അരിയാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. തവിട് നഷ്ടപ്പെട്ടു പോയി. അന്നത്തെ ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ അപൂർവ ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ റൈസ് ബ്രാനിൽ നിന്ന് എണ്ണ എടുക്കുന്ന പഞ്ചാബിലെ ദുരിയിൽ ഞങ്ങൾ 350ഓളം ആളുകളാണ് കോവിഡിന് മുമ്പ് നേരിട്ട് പോയി ഈ ഫാക്ടറി ഒക്കെ സന്ദർശിച്ച്. എന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. പഞ്ചാബിലെ ഫാക്ടറി സന്ദർശനവും കേരളത്തിലെ തവിടെണ്ണ കുടിയന്മാരും. നല്ലൊരു ക്യാപ്ഷനോട് കൂടി ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഫാക്ടറിയും വിസിറ്റും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് 25 ml കുടിക്കുന്ന ആളുകളാണ് നമ്മൾ ഒട്ടുമിക്ക ആളുകൾ. കാരണം 33ഓളം ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നും പ്രതിരോധമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലാഷ് പോയിന്റ്, കോക്കനട്ട് ഓയിൽ നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ചൂടാവുമ്പോൾ അതിന്റെ സ്വഭാവം മാറും. ഒരു 160 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്ക് അതിനകത്ത് ട്രാൻസ്ഫാറ്റ് ആകും. പക്ഷേ 254 ഡിഗ്രിയാണ് റൈസ് ബ്രാൻ ഓയിലിന്റെ ഫ്ലാഷ് പോയിന്റ്. അതുപോലെ തന്നെ 3 ആന്റി ഓക്സിഡന്റ് ഉള്ള രോഗത്തിൽ ഒരേ ഒരു എണ്ണയാണ്. കൊളസ്ട്രോള്, പൈൽസ്, ഷുഗർ, സന്ധിവാതം, ഒരുപാട് അസുഖങ്ങളൊക്കെ ആളുകൾക്ക് മാറാൻ സഹായിക്കുന്നുണ്ട്. പാചകം ചെയ്യാം, ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ച് നമുക്ക് മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് വെറുമായിട്ട് കഴിക്കാൻ പറ്റും. ഏത് ഭക്ഷണവും നമുക്ക് പൊരിച്ചും കരിച്ചൊക്കെ കഴിച്ചാലും നമുക്ക് ക്യാൻസറിന് കാരണമാവില്ല എന്നുള്ള ഈ എണ്ണയുടെ ഒരു പ്രത്യേകതയാണ്. ഒറീസനോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ടോക്കോഫെറോൾസ്, ടോക്കോട്രൈനോൾസ്, ഒറീസനോൾ ഇത് 3ഉം ഒന്നിച്ചു വരുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണ നമ്മുടെ ഒക്കെ വീട്ടില് പാചകത്തിന് സ്ഥിരമായിട്ട് എണ്ണ ഉപയോഗിക്കുന്നു, കുടിക്കാൻ ഉപയോഗിക്കുന്നു, ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മറ്റേത് എണ്ണയേക്കാളും 30% വരെ. പപ്പടമൊക്കെ ഇതിൽ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചുട്ടെടുത്ത പോലെ ഉണ്ടാവും, എണ്ണ പിടിക്കില്ല. അതുപോലെ തന്നെ 20 ml കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ നാവ് മുതൽ മലദ്വാരം വരെ ഏരിയയിലെ എല്ലാ പ്രശ്നങ്ങളും മാറും.
ഗർഭ് എന്നുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം മുതൽ അവസാനം വരുന്ന പൈൽസും ഫിസ്റ്റുല അതെല്ലാം 2-3 മാസം കൊണ്ട് ഈ എണ്ണ കൊണ്ട് മാറ്റിയെടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം ഈ എണ്ണ സഹായിക്കും. ഒരുപാട് റിസൾട്ടുകൾ 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വീഡിയോസ് ഒക്കെ റൈസ് ബ്രാൻഡ് ഓയിലിനെ പറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചൈനക്കാരാണ്, ജപ്പാനിലൊക്കെയാണ് 19 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഈ എണ്ണ ഉപയോഗിച്ചും അത് കുടിക്കാനും പാചകത്തിന് ഉപയോഗിച്ചും എല്ലാം മുന്നോട്ട് പോകണം. എക്കണോമിക്കലി ആണ്, ഹെൽത്തി ആണ്. 1000 രൂപയുടെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ഇതിന്റെ തന്നെ ഒരു ടാബ്ലറ്റും ഇവിടെ അവൈലബിൾ ആണ്. എണ്ണ ചിലർക്കൊരു ഗാമ ഒറീസിനോൾ എന്ന് പറയും. ഇന്ന് ഒരു വലിയ വിപ്ലവമായിട്ട് ഈ ഒരു ഇതിനകത്തുള്ള ഒറീസിനോൾ കണ്ടന്റ് മാത്രം എടുത്ത് ഇന്ന് 9ഓളം ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. കോവിഡ് കാലത്തൊക്കെ ഭയങ്കര റിസൾട്ട് ഉണ്ടായ സാധനമാണ്. എത്ര പ്രൊഡക്റ്റബിൾ എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് ഇവിടെ ഇരിക്കുകയാണ്. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ രോഗികൾക്ക് ശ്വാസം മുട്ടൽ രോഗം വരെ മാറിയ പെയിന്റ് ആണ് തുളസി പെയിന്റ്. 24 വർഷമായിട്ട് നമ്മളോടൊപ്പം ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ഒരു പെയിന്റ് ആണ്. ഏരിയ കൂടുതൽ കിട്ടും. മറ്റു മാർക്കറ്റിലെ പരസ്യമുള്ള ബ്രാൻഡിലുള്ള പെയിന്റ് ഒക്കെ 1 ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുക്കുന്നിടത്ത് 60,000-65,000 രൂപയ്ക്ക് നമുക്ക് പെയിന്റ് അടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉപ്പും പെയിന്റുമുള്ള ഡയറക്ട് സെല്ലിങ്ങിലെ ലോകത്തിൽ വരെ ഒരു അത്ഭുത പ്രസ്ഥാനത്തിനകത്താണ് നമ്മളുള്ളത്. നമ്മൾ മനസ്സിലാക്കുക. ഉപ്പും പെയിന്റും ഇതിനകത്തുണ്ട്. ഡ്രസ് ഐറ്റംസ് ഉണ്ട്. ഇന്ന് കോഴിക്കോട് എൻ്റെ നാട്ടിൽ 100 സ്ക്വയർ ഫീറ്റിലാണ് ആർസിഎം തുടങ്ങിയത്. ഇന്ന് ഞങ്ങളുടെ കോഴിക്കോട് ടൗണിൽ 9 ഷോറൂം ഉണ്ട്. അതിൽ തന്നെ ഒരു ഷോപ്പ് 3000 സ്ക്വയർ ഫീറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഡെവലപ്പ് ആയി കഴിഞ്ഞു. എല്ലാ വീടുകളിലേക്കും ഇതിനൊരു ഐഡിയയും കാര്യങ്ങളും നമുക്ക് എത്തിക്കാൻ പറ്റണം. അതുമാത്രമല്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ കേൾക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഏറ്റെടുക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു 10 പേരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു പ്രൊമോഷൻ ബെനിഫിറ്റ് ഒക്കെ ഇതിനകത്ത് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസം ഞാൻ ഈ കമ്പനിയിൽ വന്നു, പ്രവർത്തിച്ചു, പ്രൊമോട്ട് ചെയ്തു. 5 കോടിയുടെ ടേൺ ഓവർ ആണ് കഴിഞ്ഞ മാസം എന്നിലൂടെ കമ്പനിക്ക് കിട്ടിയത്. അതിൽ തന്നെ 2.5 കോടി രൂപ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 50%. അങ്ങനെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ കമ്പനികളും പരസ്യക്കാരും കോടികളുള്ള ആളുകൾ വീണ്ടും കോടീശ്വരന്മാരായി മാറുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ബിസിനസ് മോഡലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഔദ്യോഗികമായ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നുണ്ടാവും. അപ്പൊ MC ക്ക് തന്നെ കൈമാറും.